ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എങ്ങനെ പരീക്ഷകളെ തരണം ചെയ്യാം. ഓവർകമ്മിങ് ടെംപ്റ്റേഷൻ ദ ജീസസ് വേ. യേശു എങ്ങനെ പരീക്ഷകളെ തരണം ചെയ്തു അങ്ങനെ തന്നെ ചെയ്യുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം. ഇന്നത്തെ സ്റ്റഡിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അടുത്ത 3 ആഴ്ച ഞാനില്ല. അതുകൊണ്ട് നമ്മുടെ ബൈബിൾ സ്റ്റഡി ഒരു 3 വീക്സത്തേക്ക് പോസിലായിരിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് അതിൻ്റെ പ്രയാസമുണ്ട്. പക്ഷെങ്കിൽ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളൊന്ന് പേഷ്യൻ്റായിട്ട് നിൽക്കണം. അടുത്ത ആഴ്ച ഇപ്പം നാളെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് തുടങ്ങിയ അടുത്ത ആഴ്ച ഹൈദരാബാദ്, അതിനുശേഷം പിന്നെ തിരിച്ചു വന്ന് എനിക്ക് ബാംഗ്ലൂരിൽ ഞാൻ മിനിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോട്ടയത്തുണ്ട്. ഞാൻ 15-ാം തീയതി രാത്രി ഞങ്ങളുടെ ശുശ്രൂഷ കഴിഞ്ഞ് 16-ാം തീയതി ഒരു സാറ്റർഡേ ആണ്. പറ്റുമെങ്കിൽ 16th ഞാൻ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഡു ദ ബൈബിൾ സ്റ്റഡി. പക്ഷേ ഭയങ്കര ടയറിങ് ആയിരിക്കും. കാരണം ഞാൻ നോൺ സ്റ്റോപ്പ് 3 വീക്സ് പോവുകയാണ്. 16-ാം തീയതി രാത്രി പിന്നെ 17-ാം തീയതി പിന്നെയും ഉണ്ട് എറണാകുളത്ത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ബെയർ ചെയ്യണം എന്നുള്ളത് ഞാൻ ഐ എം റിക്വസ്റ്റിംഗ് യു. അതുവരെ റിവിഷനൊക്കെ ചെയ്തൊരു നമ്മുടെ മത്തായിയുടെ സുവിശേഷമോ നമ്മുടെ പഴയ ബൈബിൾ സ്റ്റഡിയൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ദൈവം അനുവദിച്ച് ഞാൻ മടങ്ങി വരും. അടുത്ത ദിവസങ്ങൾ ടിൽ നവംബർ ലാസ്റ്റ് വീക്ക് എനിക്ക് വളരെ ഹെക്റ്റിക് സ്കെഡ്യൂൾസ് ആണ്. അതുകൊണ്ട് ഇച്ചിരി ഇറാക്റ്റിക് ആയിരിക്കും നമ്മുടെ ബൈബിൾ സ്റ്റഡി. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ എനിക്ക് ഏറ്റവും സന്തോഷം, എൻ്റെ ശുശ്രൂഷകളിലെ ഏറ്റവും വലിയ സന്തോഷം ഈ സാറ്റർഡേ മോർണിംഗ് ആണ്. ഞാനത് യാതൊരു എക്സാജറേഷനും അല്ല പറയുന്നത്. പക്ഷെങ്കിൽ നമുക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ വീക്കെൻഡിൽ പോകും. എനിക്ക് ബൈബിൾ സ്റ്റഡി എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഒന്ന്, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയാൽ എൻ്റെ ബാക്ക് പെയിൻസ് ഒന്നും ഇപ്പോൾ എന്നെ ബോദർ ചെയ്യുന്നില്ല. നിങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കണം. ടീം ഇസ് വർക്കിംഗ് വെരി ഹാർഡ്. ഈ കഴിഞ്ഞ ഞാൻ ടീംസ് കോൺഫറൻസിൽ നടന്ന ഒരു സംഭവം, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കൊച്ചിയിലെ ഉണർ ടെൻറ്റിൽ ഒരു അമ്മ ഒരു സാക്ഷ്യം പറഞ്ഞു. ആ അമ്മ അത് പറഞ്ഞപ്പോൾ അമ്മ പൊട്ടിക്കരഞ്ഞു. അമ്മ പറഞ്ഞു, എൻ്റെ മകൻ്റെ ജീവിതം, ഹി വാസ് അറ്റ് ദ വേർജ് ഓഫ് വാണ്ടിങ് ടു എൻഡ് ഹിസ് ലൈഫ്. എന്നാൽ ഒരു കോൺഫറൻസിന് വന്ന് അവൻ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തിന് എന്തുമാത്രം പേർപ്പസ് കണ്ടു എന്നൊക്കെ ഉള്ളത് കേൾക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് യൂത്ത്സിൻ്റെ ഇടയിലുള്ള മിനിസ്ട്രിയിൽ ദൈവം ഒരുപാട് നമുക്ക് ഫലം തരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് എ വെരി ടയറിങ് എക്സസൈസ്. നമുക്ക് ഒരുപാട് ഫിസിക്കലി മെൻ്റലി ടയറിങ് ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മുടെ ടീമും എക്സോസ്റ്റഡാണ്. ഞാൻ അതിനേക്കാട്ടിലും എക്സോസ്റ്റഡ് ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവമാണല്ലോ നമുക്ക് കൃപ തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം അടുത്ത കപ്പിൾ ഓഫ് വീക്സ് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ ട്രിവാൻഡ്രത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ ദ കോൺസേർട്ട് ഇൻ ദി ഈവനിങ്. ഓൾറൈറ്റ്, നമുക്ക് നമ്മുടെ സ്റ്റഡിയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ വി ആർ ലുക്കിംഗ് ആറ്റ് ഗോഡ് ഹിംസെൽഫ്, അല്ലെങ്കിൽ ജീസസ് ഹിംസെൽഫ്, the third person, the second person in the Trinity being tempted. പരീക്ഷകളാൽ ഒരു സീരീസ് ഓഫ് ടെംപ്റ്റേഷൻസ് ആർ സറൗണ്ടിങ് ജീസസ്. യേശുക്രിസ്തു പരീക്ഷയിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും പരീക്ഷയിലൂടെ കടന്നു പോകും എന്നുള്ളത് വ്യക്തമാണ്. അത് 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെ പരീക്ഷകൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. വി വിൽ ബി ഫേസ്ഡ് വിത്ത് ടെംപ്റ്റേഷൻസ്. അത് ആദ്യമേ മനസ്സിലാക്കുക. ഒരുപക്ഷെ എനിക്ക് ഫേസ് ചെയ്യുന്ന ടെംപ്റ്റേഷൻസ് പോലെ അല്ലായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ടെംപ്റ്റേഷൻസ്. ദ ടെംപ്റ്റേഷൻസ് മൈറ്റ് ബി ഡിഫറെൻറ്റ്, ബട്ട് ഓൾ ഓഫ് us ഗോ ത്രൂ വേരിയസ് ടെംപ്റ്റേഷൻസ്. മൂക്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ പരീക്ഷകൾ നേരിടുന്നുണ്ട്. അതിന് സംശയമൊന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് ഒരാൾക്ക് അവരെന്തൊരു സുഖമാണ്, അവർക്ക് ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ അറ്റ് ദ സെയിം ലെവൽ വി ഗെറ്റ് ടെംപ്റ്റഡ്. അതാദ്യം മനസ്സിലാക്കുക. എന്നാൽ എങ്ങനെയാണ് പരീക്ഷകൾ നേരിടേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടെക്സ്റ്റ്. മാത്യു ചാപ്റ്റർ 4 verses 1-2, 1-2 വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. ഇപ്പൊ നിങ്ങൾ 3-ാമത്തെ അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു, 2-ാമത്തെ അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു സ്റ്റാർ കോൺട്രാസ്റ്റാ. കഴിഞ്ഞ പ്രാവശ്യം അവസാനിച്ചത് എങ്ങനെ? യേശുക്രിസ്തു സ്നാനപ്പെടുന്നു, യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷകൾ തുടങ്ങുന്നു, സ്വർഗത്തിൽ നിന്ന് പ്രാവിറങ്ങുന്നു,
പിതാവ് പറയുന്നു ഇതെന്റെ പ്രിയപുത്രൻ. വളരെ വളരെ ഗ്ലോറിയസ് ഒരു എൻട്രിയാണ്. അടുത്ത സെഷൻ എന്താ കാണുന്നത്? ഉപവാസം കഴിയുന്നു, പിന്നെ പരീക്ഷകളിലേക്ക് പോകുന്നു. സോ ദിസ് ഈസ് വെരി വെരി കോമൺ ഫോർ എവറി ബിലീവർ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ കൂൾ വാട്ടേഴ്സ് ഓഫ് ജോർഡൻ, നൗ ദ ബാരൻ വിൽഡർനെസ്. അതാണ് കോൺട്രാസ്റ്റ്. വലിയ ജനസമൂഹം, ഇപ്പോൾ തനിയെ. അതിനു മുമ്പ് ഒരു പ്രാവിനെ പോലെ ഇറങ്ങി വരുന്ന ദൈവ പരിശുദ്ധാത്മാവ്, ഇപ്പോൾ ആ ആത്മാവ് മരുഭൂമിയിലേക്ക് അവനെ നയിക്കുന്നു. ഇതിനു മുമ്പ് പിതാവിന്റെ ശബ്ദം, ഇതെന്റെ പ്രിയപുത്രൻ. ഓ, എന്ത് രസം അത് കേൾക്കാൻ. ഇപ്പോൾ കേൾക്കുന്ന ശബ്ദം പാമ്പിന്റെ ശബ്ദമാണ്. മുമ്പ് എന്താണ്? അഭിഷേകം ലഭിച്ചവൻ, ഇപ്പോൾ ആക്രമിക്കപ്പെട്ടവൻ. മുമ്പേ സ്നാനത്തിലൂടെ കടന്നുപോയവൻ, ഇപ്പോൾ തീയുടെ പരീക്ഷകളിൽ അകപ്പെട്ടവൻ. മുമ്പേ തുറന്ന സ്വർഗം, ഇപ്പോൾ നരകത്തിന്റെ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയമുള്ളവരെ, ദൈവപുത്രൻ തന്നെ പരീക്ഷകൾ ഈ ലോകത്തിൽ നേരിടേണ്ടി വന്നു എങ്കിൽ നമ്മളൊക്കെ എത്രയോ അധികം എന്നുള്ളത് മനസ്സിലാക്കുക. സോ ദ ഫസ്റ്റ് തിങ് ഇസ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഓൾ ഓഫ് us വിൽ ഗോ ത്രൂ ടെംപ്റ്റേഷൻ. ഓൾ ഓഫ് us. യേശു എന്തുകൊണ്ടാണ് പരീക്ഷകളിലൂടെ കടന്നുപോയത്? തൻ്റെ ആത്മീയ ജീവിതം വർദ്ധിപ്പിക്കാനല്ല. പിന്നെ എന്തിനു വേണ്ടിയാ? ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയാ, എന്നോടും നിങ്ങളോടും കൂടെ അനുരൂപരാകാൻ. ജസ്റ്റ് ലെറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഏതിലൊക്കെ കൂടെ കടന്നു പോയിട്ടുണ്ടോ, ക്രിസ്തു അതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുവിനോട് ഞാൻ ചെന്ന് കർത്താവെ നീ ഇതൊന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ക്രിസ്തു ഇതെല്ലാം അറിയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യൗവനക്കാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ പറയും, ഞാനൊരു യൗവനക്കാരനാണ്, ഞാൻ കോളേജിൽ പോകുമ്പോൾ ഞാൻ ഇന്നിന്ന പരീക്ഷകളിൽ ഞാൻ നേരിടുമ്പോൾ കർത്താവെ നിനക്കിത് വല്ലതും മനസ്സിലാകുമോ എൻ്റെ പ്രയാസം എന്ന് പറയുമ്പോൾ ക്രിസ്തു ഇതല്ല, ഇത് മുഴുവനായി മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം. ഞാനും നിങ്ങളും ഏതൊക്കെ പരീക്ഷകളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അതെല്ലാം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ക്രിസ്തു അത് നേരിട്ടിട്ടുണ്ട്. പക്ഷെ അവൻ അതിനകത്ത് അകപ്പെട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ ഏക വിഷയം. അപ്പോൾ 40 ദിവസത്തെ ഉപവാസം, 40 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ നമ്മുടെ ചിന്ത എന്നാ? മോശയുടെ ത്വക്ക് പ്രകാശിച്ചതുപോലെ ഇങ്ങനെ പ്രകാശിച്ച് ഇറങ്ങി വരേണ്ടിയവനാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ഈ 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് പരീക്ഷകൾ ഒന്നൊന്നായി യേശു ക്രിസ്തു നേരിടേണ്ടി വന്നത്. എന്നോട് ഒരുപാട് വിശ്വാസികളെ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് യൗവനക്കാരോട് പറഞ്ഞു, ചേർച്ചാ ഞങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഈ പരീക്ഷകളൊന്നും ഞങ്ങൾക്ക് നേരിട്ടില്ലല്ലോ. ഞാൻ പറയും, നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നേരത്തെ അത് പരീക്ഷയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം നേരത്തെ നിങ്ങൾ അതങ്ങ് ഈസിലി അങ്ങ് സക്കം ചെയ്യുമായിരുന്നു, കുഴപ്പമൊന്നുമില്ല, എല്ലാം അതിൻ്റെ കൂടെ അങ്ങ് ആ ഫ്ലോഹിന്റെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് അകപ്പെടാൻ പാടില്ല. സോ ദ പ്രഷർ ഇസ് ഓൺ. മുമ്പേ ഉണ്ടായിരുന്നപ്പോൾ പ്രഷർ ഇല്ല, യു ആർ ഗിവിങ് ഇൻ. എളുപ്പം, അതും ആയിക്കോട്ടെ, എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഇതായിക്കോട്ടെ, ഇതും കുഴപ്പമില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിനോട് ചെറുത്ത് നിൽക്കണമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രഷർ ഇസ് ഓൺ. എന്നാൽ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ, ഡെഫിനറ്റ്ലി പിശാചിന്റെ അടുത്ത ലെവൽ ഓഫ് ആക്രമണം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഇത്രയും ശുശ്രൂഷ, ഒരു മാഗ്നിഫിസൻസ് മിനിസ്ട്രി തുടങ്ങുന്നതിന് മുമ്പ് ഉപവാസവും പ്രാർത്ഥനകളും എല്ലാം കഴിയുമ്പോൾ പരീക്ഷകൾ ഒന്നൊന്നായി വരുന്നു. അപ്പോൾ മാർട്ടിൻ ലൂതർ ഇപ്രകാരം പറഞ്ഞു, യു കാൻ കീപ് ദ ബേർഡ്സ് ഫ്രം ഫ്ലൈയിങ് ഓവർ യുവർ ഹെഡ്, ബട്ട് യു ക്യാൻ കീപ് ദം ഫ്രം ബിൽഡിങ് എ നെസ്റ്റ് ഇൻ യുവർ ഹെയർ. ഈ പക്ഷികൾ എൻ്റെ തലയുടെ മുകളിൽ പറക്കാതിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. അന്ന് പറഞ്ഞ പോലെ പരീക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതെൻ്റെ തലയുടെ മുകളിൽ കൂടുണ്ടാക്കണോ വേണ്ട എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസി, ജസ്റ്റ് ബിക്കോസ് യു ആർ എ ഫോളോവർ ഓഫ് ജീസസ് ഡസ് നോട്ട് മേക്ക് യു ഇമ്മ്യൂൺ ടു ടെംപ്റ്റേഷൻസ്. നമ്മളെല്ലാവരും പരീക്ഷകളിലൂടെ കടന്നു പോകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരുപക്ഷെ അതിലൊക്കെ അപ്പുറമായി പരീക്ഷകൾ നേരിടേണ്ടി വരും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നാൽ അത് കൂട് ഉണ്ടാക്കാതിരിക്കാൻ നാം സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ. ഓക്കെ, ഒന്നാമത്തെ പരീക്ഷ, ടെംപ്റ്റേഷൻ നമ്പർ 1. ഓക്കെ, 1 John 2:12 യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. 3 പാപങ്ങളാണ് മനുഷ്യർ നേരിടുന്ന ഏറ്റവും 3 പാപങ്ങൾ. അത് ഇപ്രകാരം: 1 ജഡമോഹം, ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. 2
കൺമോഹം, ദ ലസ്റ്റ് ഓഫ് ദി ഐ. 3, ജീവിതത്തിന്റെ പ്രതാപം. 1 യോഹൻ 2:12 എനിക്ക് തോന്നുന്നത് കേട്ടോ, തെറ്റാണെങ്കിൽ ഞാനത് പിന്നെ കറക്റ്റ് ചെയ്യാം. അവിടെ ഇങ്ങനെ ഇപ്രകാരം പറയുന്നു, ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ദ ലസ്റ്റ് ഓഫ് ദി ഐ ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. ഇത് 3മാണ് മനുഷ്യർ നേരിടുന്ന പാപങ്ങളുടെ കാറ്റഗറീസ്. ഈ 3 കാറ്റഗറിക്കകത്ത് എല്ലാ കാറ്റഗറിയും പെടും. ഇതേ 3 പാപത്തിന്റെ കാറ്റഗറിയിലാണ് പിശാച് യേശു ക്രിസ്തുവിനെയും പരീക്ഷിക്കുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. ടെംപ്റ്റേഷൻ നമ്പർ 1. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന് 3 തൊട്ട് 3, 4, 5 വാക്യം. ഓക്കെ, അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ദ ഡെവിൾ ഈസ് അപ്പീലിംഗ് ടു ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. എൻ്റെ ജഡമോഹത്തോട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജഡ അഭിലാഷങ്ങളോട് ആണ് പിശാചു വാദിക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 40 ദിവസം ഉപവസിച്ച യേശു ക്രിസ്തു ബലഹീനനാണ്, വിശക്കുന്നുണ്ട് എന്നുള്ളത് അവനറിയാം. നല്ലതുപോലെ വിശന്നു എന്ന് മത്തായി എഴുതിയിട്ടുണ്ട്. ദ ഡെവിൾ ഈസ് ഓൾവേസ് ട്രൈങ് ടു അപ്പീൽ ടു യുവർ ഫ്ലഷ്. പ്രിയമുള്ളവർ, ഇത് മനസ്സിലാക്കണം. നമ്മുടെ ഏറ്റവും ബലഹീന നിമിഷത്തിലാണ് പിശാച് നമ്മളെ വന്ന് പിടിക്കുന്നത്. ഉദാഹരണം വേണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ കാര്യം ഞാൻ പറയണ്ട, ഞാൻ എൻ്റെ കാര്യം അങ്ങ് പറയാം. ഞാൻ ശാരീരികമായി എത്രയും ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് പിശാച് പല പരിപാടി ഇറക്കുന്നത്. ശാരീരികമാണ്. ഉദാഹരണം, ഇപ്പം ഞങ്ങൾ അടുത്ത 3 ആഴ്ച ഈ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയാം, ശുശ്രൂഷയുടെ മുമ്പത്തെ ദിവസം ഞാൻ ടയർഡായിരിക്കും. കാരണം പല കാര്യങ്ങളായിരിക്കും, ഷിഫ്റ്റിംഗ് ആയിരിക്കും, സാധനമൊക്കെ എടുത്ത് വെക്കണം, പിന്നെ അതിൻ്റെ പ്രയാസം, ഉറക്കമില്ലായ്മ. ഈ സമയത്താണ് എൻ്റെ ഇറിറ്റേഷൻ ലെവൽ ഏറ്റവും കൂടുതൽ കൂടാനുള്ള സാധ്യത. 1. 2, ആ സമയത്ത് സഹോദരങ്ങളോട് ചൂടാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്നാ, വി ആർ ടയേർഡ്, വി ആർ എക്സ്ട്രീംലി എക്സോസ്റ്റഡ്. നമുക്ക് ഉറക്കമില്ല, നമുക്ക് ക്ഷീണമാണ്, ടയേർഡാണ്. ഈ സമയത്ത് ഏതെങ്കിലും ഒരു ചെറിയ സാധനം മതി ബോംബിന്റെ സ്പാർക്ക് ഇടാൻ. മനസ്സിലായോ? ചെറിയൊരു കാര്യം മതി. അപ്പൊ ആ സമയത്ത് നമ്മൾ സൂക്ഷിക്കണം. ബലഹീന സമയത്താണ് പിശാച് കയറി പിടിക്കുന്നത്. സോ വി ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് പിശാച് പറയുന്നത്? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രൻ എങ്കിൽ. അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് അല്ല. അതിന്റെ നിങ്ങൾ ഒറിജിനൽ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ നോക്കിയാൽ സിൻസ് യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്നാ കേട്ടോ. നീ ദൈവപുത്രൻ ആയത് കൊണ്ട്. ഇത് രണ്ടും വ്യത്യാസമാണ്. അതിന് പറയാനുള്ള കാരണം, ഇവൻ ദൈവപുത്രനാണെന്ന് പിശാചിന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദ തിയോളജി ഓഫ് ദ ഡെവിൾ ഇസ് ബെറ്റർ ദാൻ മെനി ഓഫ് ദ ലിബറൽ തിയോളജിയൻസ് ടുഡേ. കാരണം പിശാചിന്റെ തിയോളജി കറക്റ്റാ. അവൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ അവന്റെ തിയോളജി കറക്റ്റാ. ഇന്ന് പലരും യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയാനൊക്കത്തില്ല, യേശുക്രിസ്തു ചരിത്രപുരുഷനാണെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാനൊക്കത്തില്ല. ഏതാ തിയോളജി എല്ലാം പഠിച്ച് വന്നിട്ടിരിക്കുന്നവരായി പറയുന്നത്. ഈ ബൈബിൾ നമുക്ക് 66 പുസ്തകവും മുഴുവനായി വിശ്വസിക്കാനൊക്കത്തില്ല എന്ന് പറയുന്ന തിയോളജിയൻസിന് മുമ്പിൽ പിശാച് ഇസ് എ ബെറ്റർ തിയോളജിയൻ എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഇവിടെ തുടങ്ങുന്നത് സിൻസ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. എന്നിട്ട് എന്താ പറയുന്നത്? ഹി വിൽ ഓൾവേസ് ട്രൈ ടു ജസ്റ്റിഫൈ ഹിസ് ഓഫർ. യേശു ക്രിസ്തുവിന് വിശക്കുന്നില്ലേ? വിശക്കുന്നുണ്ട്. ഇപ്പോൾ കഴിക്കുകയല്ലേ വേണ്ടത്? കഴിക്കുക വേണ്ടത്. അപ്പോൾ എന്ത് പിശാച് പറയുന്നു? നീ ഒരു കാര്യം ചെയ്യ്, കല്ല് അങ്ങ് അപ്പമാക്ക്. നിനക്ക് പറ്റുമല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനല്ലേ, കല്ലിനെ അബ്രഹാമിന്റെ മക്കളായി ഉണ്ടാക്കാൻ സാധിക്കുന്നവനല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ കല്ലിനെ അപ്പമാക്ക്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്താണ്? ദ ഡെവിൾ ഇസ് നോട്ട് ഈവൻ ഓഫറിങ് ലക്ഷറീസ്. ഇപ്പോൾ അടുത്ത പടിയാകുമ്പോഴത്തേക്ക് ലക്ഷറി ഒക്കെ ഓഫർ ചെയ്യുന്നു. ഇപ്പോൾ ലക്ഷറീസ് ഒന്നും അല്ല ഓഫർ ചെയ്യുന്നത്, ബേസിക് നെസസിറ്റിയാ. യോ, കഴിക്കാൻ വേണ്ടിയല്ലേ എന്ന് വേണേൽ ചോദിക്കാം, അല്ലേ? കഴിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ പിശാചിനൊരു പരിപാടിയുണ്ട്. എന്താണ് പിശാചിന്റെ പരിപാടി? പിശാചിന്റെ പരിപാടി ഇതാണ്: ഹി വിൽ യൂസ് ദ ഗോഡ് ഗിവൺ ആപ്പറ്റൈറ്റ്സ് ആൻഡ് പുഷസ് ടു യൂസ് ഇറ്റ് ഇൻ എൻ അൺഗോഡ്ലി വേ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആസക്തികളുണ്ട്. വിശപ്പ്, ദാഹം, സ്നേഹബന്ധങ്ങൾക്കുള്ള ആഗ്രഹം, അങ്ങനെയുള്ള പല ആസക്തികളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഗോഡ് ഗിവൺ ആപ്റ്റിറ്റൈറ്റ്. പക്ഷെ ഈ ആപ്പിറ്റൈറ്റ്, ഈ ആസക്തി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പിശാച് ഏറ്റവും അൺഗോഡ്ലി വേയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ തരും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പം നമുക്ക് ദൈവം ടേസ്റ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, വിശപ്പ് ദൈവം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക,
ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വളരെ മനോഹരമായ ബന്ധത്തിനുള്ള അവസരം ദൈവം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം മനുഷ്യന്റെ ആസക്തിയാണ്. ദീസ് ആർ ഓൾ ഗോഡ് ഗിവൺ ആപ്പിറ്റൈറ്റ്സ്. പക്ഷെ പിശാചിന്റെ തന്ത്രം ഈ ഗോഡ് ഗിവൺ ആപ്പിറ്റൈറ്റ്സിനെ അൺഗോഡ്ലി ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് അവന്റെ സ്ട്രാറ്റജി. അതുകൊണ്ട് യൗവനക്കാരും പ്രായമുള്ളവരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അയ്യോ ബട്ട് ഐ ഫീൽ ലൈക്ക് ദിസ്, യുവർ ഫീലിങ്സ് ആർ നോട്ട് റോങ്, അത് തെറ്റല്ല. പക്ഷെ ഹൗ യു വുഡ് യൂസ് ദാറ്റ് ആപ്പിറ്റൈറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അവിടാണ് അതിൻ്റെ താക്കോല് ഇരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ റെസ്പോൺസ് എന്താണ്? അപ്പോൾ ഇപ്പോൾ പറയുന്നു, നിനക്ക് വിശക്കുന്നു, നീ കല്ല് തന്നെ അങ്ങ് അപ്പമാക്ക്, ഒരു ലെജിറ്റിമേറ്റ് നീഡല്ലേ എന്നാണ് സത്താൻ പറയുന്നത്. എങ്ങനെയാണ് കർത്താവ് അതിനെ നേരിടുന്നത്? കർത്താവ് അതിനെ നേരിടുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ആദാം എവിടെ തോറ്റോ, ആദാം നോക്കിയപ്പോൾ ഇത് ഫലം കഴിക്കുന്നത് നല്ലതല്ലേ, കഴിക്കുന്നതിൽ എന്താ തെറ്റ്, അതായിരുന്നു ആദാമിൻ്റെ ലോജിക്ക്. ആദാം തോറ്റെടുത്ത് യേശു ക്രിസ്തു ജയിച്ചു. എങ്ങനെയാണ് യേശു ക്രിസ്തു തരണം ചെയ്യുന്നത്? ഹൗ ഈസ് ഹീ ഫേസിങ് ടെംപ്റ്റേഷൻ? ഒന്ന്, ഹീ ഡസ് നോട്ട് സ്പീക്ക് ന്യൂ റെവലേഷൻ. പുതിയൊരു വെളിപ്പാടല്ല പറയുന്നത്. പിന്നെന്താ? ദിനവൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നതാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന്. അപ്പോൾ ടു ഫേസ് ടെംപ്റ്റേഷൻ ഞാനും നിങ്ങളും പുതിയ വെളിപ്പാട് വേണ്ട. യേശുക്രിസ്തു ദൈവവചനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന വെളിപ്പാട് മതി. ഇതറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. മനസ്സിലായോ? അതുകൊണ്ട് ദൈവവചന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാവീദ് ഇപ്രകാരം പറഞ്ഞു, I have hidden your word in my heart that I might not sin against thee. അപ്പൊ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ അവന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അവിടാണ് നാം കാണുന്നത് പുതിയൊരു വെളിപ്പാടല്ല, എഴുതിയിരിക്കുന്നത് ഏറ്റു പറഞ്ഞു എന്നുള്ളത്. ഇന്ന് ഒരുപാട് പേര് പുതിയ വെളിപ്പാടിന് വേണ്ടി പോകും. എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും കേൾക്കാനുണ്ടോ എന്ന് പറഞ്ഞ് ഓടി നടക്കുക. പ്രിയമുള്ളവരെ, ഈ 66 പുസ്തകം ഒന്ന് വായിക്കും മര്യാദയ്ക്ക്. അത് വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പാട് അകത്ത് വരും. അവിടാണ് നാം ചെയ്യേണ്ടത്. ഒന്ന്, ഇന്ന് ഒരുപാട് പേര് വെളിപ്പാടും പ്രവചനങ്ങളുടെ പുറകിൽ പോകുമ്പോൾ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന എന്താണെന്ന് പോലും അറിയത്തില്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. അപ്പോൾ ശരിയാണ്, അപ്പം വേണ്ടായോ? തീർച്ചയായിട്ടും വേണം. യേശു ക്രിസ്തു അപ്പം കഴിച്ചില്ലയോ? അപ്പം കഴിച്ചു. മീൻ കഴിച്ചില്ലയോ? മീൻ കഴിച്ചു. സകലവും കഴിച്ചു. എന്നാൽ ഇവിടുത്തെ വിഷയം അതല്ല. യേശു ക്രിസ്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ശരിയാണ്, ഞാൻ ജീവിക്കേണ്ടതെന്നുള്ളത് അത്യാവശ്യമാണ്. ഐ ഹാവ് ടു ലിവ്, ഐ ഹാവ് ടു സർവൈവ്. ബട്ട് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സർവൈവിങ് ഇസ് ടു ഡു ദ വിൽ ഓഫ് മൈ ഫാദർ. ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും പറയും, ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്താൽ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചോദിക്കേണ്ടത്, എന്നോട് തന്നെ ചോദിക്കേണ്ടത്, ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് ലോകം എന്നോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ചെയ്യുന്നു, അവർ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് അവർ പറഞ്ഞോട്ടെ. നമ്മൾ ചെയ്യത്തില്ലെന്നല്ല പറയുന്നത്. പക്ഷെങ്കിൽ ദൈവഹിതമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദ വിൽ ഓഫ് ഗോഡ് സൂപ്പർസീഡ്സ് എവറി സിംഗിൾ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ജീവിക്കണേ ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്തേ പറ്റത്തുള്ളായിരിക്കും. പക്ഷെങ്കിൽ ഐ വിൽ ഡു ഇറ്റ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിലാണെങ്കിൽ ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ട്, ചെയ്തോട്ടെ. ദൈവഹിതത്തിലാണെങ്കിൽ ഞാനും ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ സർവൈവൽ അല്ല ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ദൈവവചനം എന്താ പറയുന്നറിയോ? മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും. യു സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം, ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്. കർത്താവല്ലേ ഇത് പറഞ്ഞത്? ഐ ക്യാൻ ഹോൾഡ് ഗോഡ് ടു ഹിസ് വേർഡ്. ദൈവരാജ്യം അന്വേഷിക്കുന്നവന് മുട്ടുണ്ടാകാതെ ദൈവം നടത്തിയിരിക്കും. അത് വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റു പല പരിപാടിക്കും പോകുന്നത്. ലോകക്കാരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്, അവരെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, അവരുടെ ലൈഫ് ഇങ്ങനെ. നോ. മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിക്കും. സോ ദ ഫസ്റ്റ് ടെംപ്റ്റേഷൻ വാസ് എൻ അപ്പീൽ ടു ദ ഫ്ലെഷ്. യേശുക്രിസ്തു അതിനെ തരണം ചെയ്തത് വചനത്തിലൂടെ. അതുകൊണ്ട് നമ്മൾ വചനം അറിഞ്ഞിരിക്കണം. സർവൈവൽ അല്ല ഇമ്പോർട്ടൻറ്റ്, ദൈവഹിതം ആണ് ഇമ്പോർട്ടൻറ്റ്. ആയിക്കോട്ടെ. ടെംപ്റ്റേഷൻ നമ്പർ 2, രണ്ടാമത്തെ പരീക്ഷ, 5 to 7. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും,
അവൻ തൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അപ്പീൽ ടു ദ പ്രൈഡ് ഓഫ് ലൈഫ്. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം. ജീവിതത്തിന്റെ പ്രതാപമാണ് ഇവിടെ. എന്താണ് ജീവിതത്തിന്റെ പ്രതാപം? പറയുന്നത്, നീ താഴോട്ടെടുത്ത് ചാടിക്കൂ. യു കെൻ ഡിസൈഡ് ഹൗ യു ഗോണ റൺ യുവർ ലൈഫ്. എന്നിട്ട് സാത്താൻ എന്താ ചെയ്യുന്നത്? അവൻ ദൈവവചനമാണ് എടുത്തുപയോഗിക്കുന്നത്. സങ്കീർത്തനം 91:11-12 വാക്യമാണ്. എന്താണ് പറയുന്നത്? നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം അവൻ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും. ഞാൻ പറഞ്ഞല്ലേ, പിശാചിന് ദൈവവചനം നമ്മളെക്കാട്ടിൽ അറിയാം. കാരണം ഇത്രയും വർഷമായിട്ട് ദൈവവചനം കേൾക്കുന്നുണ്ട്, നമ്മളെക്കാട്ടിലും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവദാസന്മാരാകുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. പിശാചും ദൈവവചനം കറക്റ്റായിട്ട് കൂട്ടി, കറക്റ്റായിട്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പിശാചിന് ആദ്യമായി, അതായത് നമ്മുടെ പൂന്തോട്ടം, ഏദൻ പൂന്തോട്ടം മുതൽ പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ കോട്ടം ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു കാര്യമല്ല പറയുന്നത്. ഹീസ് ഓൺലി ട്വിസ്റ്റിംഗ് ദ സെയിം സ്ക്രിപ്ചർ. ദൈവവചനമാണോ പറഞ്ഞത്? തെറ്റാതല്ലേ പറഞ്ഞത്? ഒരു വാക്ക് നമ്മളത് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഗ്രാമാറ്റിക്കൽ എററോ 2 വാക്ക് മാറിപ്പോവും. പിശാച് പറയുമ്പോൾ കറക്റ്റായിട്ട് പറയും. ഹി വിൽ കോട്ട് സ്ക്രിപ്ചർ എക്സാക്ട്ലി, ബട്ട് ഹി വിൽ ട്രൈ ടു അപ്ലൈ ഇറ്റ് റോങ്ലി. മനസ്സിലായോ പ്രിയമുള്ളവരെ? അതുകൊണ്ടാണ് ഇന്ന് പല ഉപദേഷ്ടാക്കന്മാരും പിശാചിന്റെ മക്കളാണെന്ന് ഞാൻ പറയുന്നത്. അവരെല്ലാം ദൈവവചനം കോട്ട് ചെയ്യുന്നുണ്ട്, തെറ്റാതെ കോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ ആപ്ലിക്കേഷൻ മുഴുവൻ തെറ്റാണ്, മുഴുവൻ. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്തായാലും അവർ ദൈവവചനം അല്ലയോ പ്രസംഗിക്കുന്നത്, നമുക്കത് കുഴപ്പമില്ല, നമുക്ക് കേട്ടുകൾ. പിശാച് അതിനെക്കാട്ടും നല്ലതായിട്ട് ചെയ്യും. സോ യു ക്യാൻ കോട്ട് ദ റൈറ്റ് സ്ക്രിപ്ചർ ആൻഡ് അപ്ലൈ ഇറ്റ് റോങ്ലി. നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ എന്താണ് പറയുന്നത്? പറഞ്ഞത് കറക്റ്റാണ്, കല്ലിൽ തട്ടാതെ വണ്ണം സാധിക്കും. പക്ഷെങ്കിൽ ഇവിടെ പിശാച് പറയുന്നത്, പുട്ട് ദ ലോർഡ് ടു ടെസ്റ്റ്. ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് ചാടി നോക്ക്. പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിച്ച് കിടക്കണം. സി, അൺലെസ് യു ലിസൺ ടു മീ കെയർഫുള്ളി യു മൈറ്റ് മിസ് ദിസ്. ദൈവത്തെ പരീക്ഷിക്കുന്ന വിധത്തിൽ ദൈവവചനം ഉപയോഗിക്കുന്നത് ദൈവഹിതത്തിന് എതിരാണ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞിനോട് പറയും, എന്താ പറയുന്നത്? ഐ കെൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. അവൻ ഒരു വാക്ക് പഠിച്ചിട്ടില്ല, നിനക്കറിയാം, ഒരു വാക്ക് പഠിച്ചിട്ടില്ല. എന്നിട്ട് പറയാം യു കെൻ ഡു ഓൾ തിങ്സ്. വാക്യം ശരിയാണ്, ദ വേഴ്സ് ഇസ് കറക്റ്റ്, ഇറ്റ് ഇസ് ദ റോങ് പൗലോസ് അത് പറയുമ്പോൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞെന്നറിയോ? ലുക്ക് അറ്റ് ദ കോണ്ടെക്സ്റ്റ്. പൗലോസ് അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഐ കെൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് പോവർട്ടി, കണ്ടെന്റ്മെന്റ്, ലാക്ക് ഓഫ് മണി ആണ് അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് കോണ്ടെക്സ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് ആ വാക്യം കിട്ടിയാൽ നമ്മൾ, പ്രിയമുള്ളവരെ, ഇത് പിശാചിന്റെ ഏജ് ഓൾഡ് തന്ത്രമാണ്. എങ്ങനെ ഇതിനെ കോട്ടം വരുത്താൻ സാധിക്കും? അതുകൊണ്ട് ഈ ഫെയ്ത്ത് ഡിക്ലറേഷൻ, ഈ വാക്കുകൊണ്ട് ഫെയ്ത്ത് ഡിക്ലറേഷൻ ഒക്കെ പറയുമ്പോൾ മെനി എ ടൈംസ്, ഐ എം നോട്ട് സേയിങ് വി ഷുഡ് നോട്ട് ബിലീവ് ആൻഡ് ഐ എം നോട്ട് സേയിങ് വി ഷുഡ് നോട്ട് കൺഫെസ്, അതല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, വി ആർ പുട്ടിംഗ് ദ ലോർഡ് ടു ടെസ്റ്റ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയും പ്രിസംഷനിൽ, ദൈവം അത് ചെയ്തിരിക്കും, അതുകൊണ്ട് ഞാനത് ഏറ്റു പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. നോട്ട് ഓൾ കൺഫെഷൻസ് ഓഫ് സ്ക്രിപ്ചർ ഈസ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. അത് മനസ്സിലാക്കണം. അത് തന്നെയാണ് പിശാച് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവവചനം ഏറ്റെടുത്ത് ഞാനങ്ങ് പറയാന്നൊക്കെ പറയുമ്പോൾ, ആർ യു പുട്ടിംഗ് ദ ലോർഡ് ടു ടെസ്റ്റ്? അപ്പോൾ നമുക്ക് വാർണിംഗ് എന്താണെന്നറിയോ? മെനി ടൈംസ് വെൻ വി ഡിമാൻഡ് സ്പെക്ടാക്കുലർ തിങ്സ് ഫ്രം ഗോഡ്, മെനി ടൈംസ്, നോട്ട് ഓൾ ദ ടൈം, many a times when we demand spectacular things from God in the name of faith, it is putting the Lord to test. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇന്നത്തെ ആളുകളുടെ പ്രത്യേകത, ദൈവവചനത്തിന്റെ ഒരു അതും അറിയത്തില്ല, ഒരു ശകലം പോലും അറിയാത്ത ആളുകളും 2 വാക്യം കിട്ടിയാൽ അത് പറഞ്ഞ് അതിലങ്ങ് ക്ലെയിം ചെയ്ത് അങ്ങ് നിൽക്കുക. ഇറ്റ് മേ നോട്ട് ഓൾവേസ് ബി. ഞാൻ അതുകൊണ്ട് മേ നോട്ട് ഓൾവേസ് എന്നുള്ള കൂട്ട് ഞാൻ ചെന്ന്, sometimes it may be, but many a times you are expecting the spectacular while putting the Lord to test. ഓർത്തോണം പ്രിയമുള്ളവരെ, ഓർത്തോണം. അപ്പോൾ എന്താണ് യേശുക്രിസ്തുവിന്റെ മറുപടി?
സാത്താനെ നീ പറഞ്ഞത് ശരിയാ, നീ പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞില്ലല്ലോ, നീ പറഞ്ഞത് ശരിയാ, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ, അങ്ങനെയും കൂടെ എന്നും കൂടെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പൊ അവിടാണ് ജീസസ് റെസ്പോൺസ് വാസ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വേഴ്സ് ബൈ വേഴ്സ് ബൈബിൾ സ്റ്റഡി ചെയ്യുന്നതിന്റെ കാരണം എന്നാ? ഇറ്റ് ഈസ് ടു ലേൺ ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. ഈ പലപ്പോഴും ആളുകൾ ബൈബിൾ മുഴുവൻ പഠിപ്പിക്കാത്തതിന്റെ കാരണം, ഇപ്പൊ ഞാൻ ഈയിടെ എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരു പ്രായമുള്ളൊരു അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മലയാളത്തിൽ എക്സ്പോസിറ്ററി വേഴ്സ് ബൈ വേഴ്സ് യൂട്യൂബിൽ നോക്കിയാൽ വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് എനിത്തിങ്, കാണാനേ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുമെന്നറിയോ, നമ്മുടെ മലയാളം സെർമൺസിന്റെ ടോപ്പിക്സ് കാണണം. വാതിൽ തുറക്കുന്ന ദൈവം, ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം, പുതിയ വഴി തുറക്കുന്ന ദൈവം. നിങ്ങളൊന്ന് നോക്കണം ടൈറ്റിൽസ്. ഇപ്പൊ ഇത് ദൈവം വാതിൽ തുറക്കത്തില്ലെന്നോ വഴി തുറക്കത്തില്ലെന്നോ ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ നമുക്ക് 4 വാക്യം മതി, നമ്മൾ വർഷം മുഴുവൻ പ്രസംഗിക്കും. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നതെന്നറിയോ, ഇപ്പോഴും വിശ്വാസികൾ കുഞ്ഞുങ്ങളെ പോലെ, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ, 2 വാക്യത്തെ ജീവിക്കുക. എന്നിട്ട് ദേ ആർ പ്രിസ്യൂമിങ്, ദേ ആർ നോട്ട് ഗ്രോയിങ് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. മുഴുവൻ ഉപദേശം, ദ ഹോൾ കൗൺസിൽ, ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ, ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. ഇന്ന് കോണ്ടെക്സ്റ്റ് ഇല്ലാതെ പ്രസംഗിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലെല്ലാം. ഭയങ്കര 2 വാക്യം ഉണ്ടെങ്കിൽ ആളുകളെ ഇമോഷണലായിട്ട് അങ്ങ് മേളിൽ കയറ്റി, ആ ഇമോഷണലിസത്തിന്റെ ഹൈറ്റിൽ എന്ത് ചെയ്യും അവര്? ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാപിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. ആർ യു പുട്ടിങ് ദ ലോർഡ് ടു ടെസ്റ്റ്? അതാണ് ചോദ്യം. എന്നാൽ ഇതും കൂടെ എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? then you will know how to trust the Lord. Focus on the relationship, not on the miracle. യേശു ക്രിസ്തു എന്താ പറയുന്നേ? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ, ഐ ആം ദ സൺ ഓഫ് ഗോഡ്, ഞാൻ ദൈവപുത്രനാണെന്ന് എനിക്കറിയാം, നീ പറയേണ്ട കാര്യമൊന്നുമില്ല. ഡോണ്ട് ട്രൈ ടു ഗെറ്റ് മീ ഇൻ ടു എൻ ഐഡന്റിറ്റി ക്രൈസിസ്. ഞാൻ ആരാന്ന് എനിക്കറിയാം, എൻ്റെ പിതാവ് ആരാന്ന് എനിക്കറിയാം. അവൻ ഇനി അത്ഭുതം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ആരാണെന്നും എൻ്റെ പിതാവ് ആരാണെന്നും എനിക്കറിയാം. സോ ഫോക്കസ് ഓൺ ദ റിലേഷൻഷിപ്പ്, നോട്ട് ജസ്റ്റ് ഓൺ ദ മിറക്കിൾ. അതുകൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്യത്തില്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ബട്ട് പ്രൂഫ് ടെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഐ വിൽ ഓൺലി യൂസ് ദ ടെക്സ്റ്റ് ഐ വോണ്ട് ടു യൂസ്. ഇത് പിശാചിന്റെ തന്ത്രമാണ്. അതുകൊണ്ടാണ് ഫോൾസ് ടീച്ചേഴ്സിന് ഭയങ്കര ഫോളോയിങ്. അതിന്റെ കാരണം എന്നാ? ഈ ദുരുപദേഷ്ടക്കാരന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യരുടെ ജഡത്തിന് എന്ത് കേൾക്കണോ ആ വാക്യം അവരെടുത്തിടും, അല്ലേ? ഇപ്പോൾ യേശുക്രിസ്തു അല്ല ഒരു ഇന്നത്തെ ന്യൂ ജനറേഷൻ വിശ്വാസിയായിരുന്നെന്ന് വിചാരിക്കുക. അവിടെ അയ്യോ, ആ വാക്യം കേട്ട് കഴിയുമ്പം ഐ റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞേനെ, അല്ലേ? ആ വാക്യം കേൾക്കുന്നതിന്റെ താമസമേ ഉള്ളൂ. ഐ റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനത് സ്വീകരിക്കുന്നു, ഏറ്റെടുക്കുന്നു, ഞാനത്. അവിടാണ് പ്രശ്നം. നോ ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്, ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. ഫോക്കസ് ഓൺ ദ റിലേഷൻഷിപ്പ്. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് പ്രിയമുള്ളവരെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മിറക്കിൾസ്, ലെറ്റ് ഇറ്റ് കം, ലെറ്റ് ഇറ്റ് നോട്ട് കം, അത് ദൈവത്തിന്റെ ഹിതം പോലെ നടക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ടെംപ്റ്റേഷൻ നമ്പർ 2 ഇസ് എൻ അപ്പീൽ ടു ദ പ്രൈഡ് ഓഫ് ലൈഫ്. എങ്ങനെയാണ് കർത്താവ് അതിനെ നേരിട്ടത്? ത്രൂ ദ ഹോൾ, ഉപദേശം മുഴുവനും ആണ് ഹിസ് സ്ട്രാറ്റജി. മൂന്നാമത്തെ ടെംപ്റ്റേഷൻ, മൂന്നാമത്തെ പരീക്ഷ, an appeal to the lust of the eye, കൺമോഹത്തോടുള്ള ഒരു ടെംപ്റ്റേഷനാണ്. 8 മുതൽ 11 വരെ. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോകുക, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാര് അടുത്ത് വന്നവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ ഇവിടെ പിശാച് പറയാ, വീണെന്നെ നമസ്കരിക്കുക, എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം. ഇത് പിശാച് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ടോ, നീ ആരാടാ പിശാചേ എനിക്കിതെല്ലാം തരാൻ, ഇതെല്ലാം എൻ്റെ പിതാവ് ഉണ്ടാക്കിയതാ, ഞാൻ മുഖാന്തരം ഉളവായതാണെന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല. He does not contend the statement of devil because what the devil said is true. എൻ്റെ സ്വാധീനത്തിലുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാമെന്നാ പറഞ്ഞത്. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ലോകത്തിന്റെ അധികാരം ദൈവം ആദാമിന് കൊടുത്തു. എന്താണ് പറഞ്ഞത്? തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും ഈ ലോകത്തിന്റെ മുഴുവൻ താക്കോല് ആദാമിൻ്റെ കൊടുത്തു. ആദാമാണ് ഈ ലോകത്തിന്റെ അതോറിറ്റി. ആദാം എന്ത് ചെയ്തു? ദൈവം തനിക്ക് തന്നിരുന്ന ആ നേതൃത്വ സ്ഥാനം പാപത്തിലൂടെ സാത്താന്റെ കയ്യിലേക്ക് കൈമാറി. ആ താക്കോല് സാത്താന്റെ കൈ കൊടുത്തു, അല്ലേ? അപ്പൊ ആദാം നഷ്ടപ്പെടുത്തിയത്.
ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു, ദ ഗോഡ് ഓഫ് ദിസ് ഏജ്, 2 Corinthians 4:4, ഈ ലോകത്തിന്റെ പ്രഭു ആണ് ഈ ലോകം ഭരിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭു ശരിയാണ്, ഈ അതിന്റെ മേൽ കർത്താവിന്റെ പരമാധികാരം ഉണ്ടെങ്കിലും ദ ഡെവിൾ ഇസ് കൺട്രോളിങ് ദ വേൾഡ് റൈറ്റ് നൗ. ക്രിസ്തു മടങ്ങി വരുന്നത് വരെ ഇതാ. അപ്പോൾ ഈ താക്കോല് ആദാമ് പിശാചിന്റെ കൊടുത്തു. അപ്പൊ ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന് ഒരൊറ്റ മിഷനേ ഉള്ളൂ. എന്താണ് മിഷൻ? ഈ പിശാചിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന താക്കോല് അവന് തിരിച്ചു വാങ്ങിക്കണം. ആധിപത്യം അവന്റെ തോളിന്റെ മേലായിരിക്കും. ഇപ്പോൾ ആധിപത്യം പിശാചിന്റെ കയ്യിലാണ്, അത് തിരിച്ചു വാങ്ങിക്കണം. അതിനു വേണ്ടിയാണ് അവൻ വന്നത്. അപ്പോൾ പെട്ടെന്ന് പിശാച് നല്ലൊരു ഐഡിയ കൊടുക്കുകയാണ്. യേശുവേ, നീ വന്ന എന്തിനു വേണ്ടിയാ? ഈ ആധിപത്യം തിരിച്ചെടുക്കാൻ വേണ്ടിയല്ലേ? ഞാൻ അങ്ങ് തന്നേക്കാം, ഐ വിൽ ഗിവ് ഇറ്റ് ടു യു. ഒറ്റ കാര്യം ചെയ്താൽ മതി, ആരും അറിയാണ്ട് എൻ്റെ മുമ്പിൽ ഒന്ന് നമസ്കരിച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. അപ്പൊ ഞാനും നിങ്ങൾ വരണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ഓ, ഞാൻ മരിക്കാൻ വേണ്ടി വന്നതിനെ എന്തിനാ ഈ മരണത്തിലൂടെയൊക്കെ കഷ്ടപ്പെടുന്നേ? അത്രയൊന്നും കഷ്ടപ്പെടണ്ടാന്നേ. കഷ്ടപ്പെടാതെ കാര്യം ഇങ്ങ് സാധിക്കാൻ പറ്റുമല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന കാര്യം പെട്ടെന്ന് നടത്തി കൊടുത്തേക്കാം, തമസ്കരിച്ച് താക്കോൽ അങ്ങ് വാങ്ങിച്ചേക്കാം. ഈ പിശാചിന്റെ മൂന്നാമത്തെ തന്ത്രം, കൺമോഹം, ഷോർട്ട് കട്ടിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സഹായിക്കും. പിശാചിന്റെ മൂന്നാമത്തെ തന്ത്രം ഷോർട്ട് കട്ട്സ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ദി എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. ശ്രദ്ധിച്ച് കേട്ടോണം. ദി എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. അതായത് യേശുക്രിസ്തു എന്തിനു വേണ്ടി വന്നു? ആധിപത്യം തിരിച്ചെടുക്കാൻ വേണ്ടി വന്നു. ആധിപത്യം എങ്ങനെയെങ്കിലും തിരിച്ചെടുത്താൽ മതിയോ? പോരാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? The eternal plan of salvation is that Jesus will die for the sins of the world. യേശുക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി അവൻ യാഗമായി മാറും. He will offer himself up. അതാണ് ദൈവത്തിന്റെ പദ്ധതി. വാട്ട് ഈസ് ദ എൻഡ്? പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി, ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി. അതാണ് നമ്മുടെ എൻ ഗോൾ. അപ്പോൾ പിശാച് പറയാ, എൻ ഗോൾ ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം, നീ മരിക്കൊന്നും വേണ്ട, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. അപ്പൊ ഞാനും നിങ്ങൾ വരുന്നെങ്കിൽ പറഞ്ഞാല് അത് കൊള്ളാമല്ലോ, ഒത്തിരി പ്രയാസപ്പെടണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങ് നേടിയെടുക്കാം. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് കേട്ടോണം. ദി അപ്പീൽ ടു ദ ലസ്റ്റ് ഓഫ് ദി ഐ and the offer of shortcuts will never justify the means. എൻ്റെ എൻഡ് ഇതാണ്, ഇനി ഏത് വഴിയിലൂടെ ഇതങ്ങ് നേടിയെടുത്താൽ എൻ്റെ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇന്നും സഭയ്ക്ക് അകത്തും അനേകരെ പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നല്ല കാര്യമല്ലേ, അവസാനം ഇതൊരു നല്ല കാര്യമല്ലേ, പിന്നെ എന്ത് വഴി ഉപയോഗിച്ചാൽ എന്നാ? അങ്ങനെ ഒക്കത്തില്ല. ദൈവമക്കൾക്ക് അതൊരു ഓപ്ഷൻ അല്ല. The end will never justify the means. The end should be godly. The means also should be godly. അവസാനം ചെയ്തെടുക്കുന്നതും ദൈവഹിതപ്രകാരമായിരിക്കണം. അതിനുപയോഗിക്കുന്ന വഴികളും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ, മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പൽ, the end does not justify the means. എങ്ങനെയെങ്കിലും ശുശ്രൂഷ വളർത്തുക എന്നുള്ളതല്ല എൻ്റെയും നിങ്ങളുടെയും ദൗത്യം. അത് വളർത്താൻ വേണ്ടി എന്തെങ്കിലും വഴി ഉപയോഗിക്കുക എന്നുള്ളതല്ല എൻ്റെയും നിങ്ങളുടെയും ദൗത്യം. I have to use the means that glorify God. ദൈവത്തെ മഹത്വീകരിക്കുന്ന വിധത്തിൽ ഇന്ന് അനേക ശുശ്രൂഷകന്മാരും പല ശുശ്രൂഷകളും തുടങ്ങി കഴിയുമ്പോൾ ബിൽഡിംഗ് വെക്കാൻ വേണ്ടി ഏത് വളഞ്ഞ വഴി ഉപയോഗിക്കും, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി എന്ത് കാര്യങ്ങളും വിളിച്ചു പറയും. ദാറ്റ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. ഇത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയല്ലേ? കർത്താവിന് അത് വേണ്ടെന്നേ. God doesn't want that kind of work from you or me. ദൈവരാജ്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കണ്ണടയ്ക്കണം. ആ വർക്ക് കർത്താവിന് വേണ്ടെന്ന്, അത് നമ്മൾ മനസ്സിലാക്കണം. ദി എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. പക്ഷെങ്കിൽ ആ ക്രൂസൈഡിലുള്ള 10,000 കർത്താവിനെ അറിയാൻ പോകുന്നത്. ആ ക്രൂസൈഡ് കർത്താവിന് വേണ്ട, ആസ് ലോങ് ആസ് ദ മീൻസ് ഡസ് നോട്ട് ഗ്ലോറിഫൈ ഗോഡ്. ഇതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മുടെയൊക്കെ ചിന്തയിൽ എങ്ങനെയെങ്കിലും ആത്യന്തികമായി ദ എൻഡ് ഷുഡ് be the same. No. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശുക്രിസ്തു മരിക്കാതെ കാര്യം സാധിച്ചേനല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് കർത്താവിന്റെ പ്രതികരണം? കർത്താവിന്റെ പ്രതികരണം ഈ പിശാചിനെ എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ്. പിശാചിന്റെ തന്ത്രത്തോടെ എതിർത്ത് നിൽക്കുക. പിശാചിന് നിന്റെ പരിപാടി ഒന്നും എൻ്റെ അടുക്ക വരത്തില്ല. ഞാൻ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം, എൻ്റെ ദൗത്യം എന്താണെന്ന് എനിക്കറിയാം. ഒരു വളഞ്ഞ വഴിക്കും ഞാൻ റെഡിയല്ല.
അപ്പോൾ എതിർത്ത് നിന്നാൽ അവൻ നമ്മെ വിട്ടോടിപ്പോകും എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തു പരീക്ഷകളെ തരണം ചെയ്തത് എങ്ങനെ? ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ദ ലസ്റ്റ് ഓഫ് ദി ഐ, ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്, എങ്ങനെയാണ് ദൈവവചനത്തിലൂടെ തരണം ചെയ്തത് എന്നുള്ളത് നമുക്ക് നല്ലൊരു പാഠമാകട്ടെ. അതാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ ടോപ്പിക്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 2-3 കാര്യങ്ങളുടെ ബാക്കിയുള്ള ഭാഗം കൂടെ പെട്ടെന്ന് വായിച്ച് ഇന്നത്തെ സ്റ്റഡി നമുക്ക് നിർത്താം. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ഇനിഷ്യൽ മിനിസ്ട്രി സീസണിനെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിലും ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഇനിഷ്യൽ മിനിസ്ട്രിയെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു ഗലീലയിലേക്ക് പോകുന്ന അനുഭവം. ഇവിടെയും നമ്മൾ കാണുന്ന എന്താണ്? പ്രവചനം നിവൃത്തിയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറഞ്ഞോ ആ പ്രവചനം വ്യക്തമായി. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഓരോ പടിയും, അവന്റെ ജനനം, അവന്റെ ജീവിതം, അവന്റെ ശുശ്രൂഷ, അവന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, everything has been prophesied 500, 800, 1000, 1500 years before Jesus came into this world. എല്ലാ കാര്യവും തിരുവെഴുത്തുകൾ പ്രകാരം നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാമായിട്ടും യഹൂദന്മാർ അത് കണ്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും. അതുകൊണ്ട് നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ ഇനിഷ്യൽ ഫേസ് ഓഫ് മിനിസ്ട്രിയിൽ, അതായത് ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നു, പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ എങ്ങനെയാണ് യോഹന്നാൻ സ്നാപകനെ പിടിച്ചുകൊണ്ട് പോകുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഇനിഷ്യൽ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് കാണുന്നത്? അവൻ കഫർന്നഹൂമിൽ വന്ന് എന്താണ് യോഹന്നാൻ സ്നാപകൻ ചെയ്തത് എന്നുള്ളത് അത് തന്നെ അവൻ തുടരുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ നിന്നുപോയി. അതിന്റെ കാരണം എന്നാ? അവനെ പിടിച്ചുകൊണ്ട് തടവിലിട്ടു. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ നിർത്തിവെച്ചിടത്ത് തന്നെ യേശുക്രിസ്തു അത് തുടരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വേർ മാൻസ് എഫേർട്സ് എൻഡ്, ഗോഡ് സ്റ്റാർട്ട്സ് എ ന്യൂ വർക്ക്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനുഷ്യന്റെ എവിടെ അവന്റെ കഴിവുകൾ അവസാനിക്കുന്നോ, അവൻ എവിടെ പരിമിതപ്പെടുന്നോ, അവിടെ ദൈവത്തിന്റെ വേല തുടരുന്നു. ഈ യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. അവന്റെ വേല ആർക്കും തടയാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. നോ ബഡി ക്യാൻ സ്റ്റോപ്പ് ദ വർക്ക് ഓഫ് ഗോഡ്. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചതുപോലെ അനേകര് തടവില്ല. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വേല വിശ്വസ്തമായി ചെയ്ത അനേക ഉത്തരേന്ത്യ, എസ്പെഷ്യലി ഇൻ നോർത്ത് ഇന്ത്യ, വടക്കേ ഇന്ത്യയിലെ ഒരുപാട് ദൈവദാസിദാസന്മാർ തടവിലാണ്. ഈ മിനിഞ്ഞാന്നും ഒരു ദൈവദാസനെ പിടിച്ച് തടവിലിട്ടു. അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. അവർ ഏത് തടവിലാണ് കിടക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഇവരുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഫോൺ റീച്ചബിൾ അല്ല. അപ്പം നമ്മളെല്ലാം കർത്താവിൻ്റെ പ്രാർത്ഥന, നമുക്ക് ഒരുപാട് സങ്കടമാണ്. എന്താ, അവർ കഷ്ടതയിലൂടെ പോകുന്നു, അവരുടെ മക്കൾ അതിലൂടെ കടന്നു പോകുന്നു, നമുക്ക് വിഷമമാണ്. നമ്മുടെ സഹോദരങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവെ വേലയെല്ലാം നിന്നു പോവുമോ? ഒരു വേലയെ നിന്നു പോകത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. യോഹന്നാൻ തടവില്ലാതിരിക്കുക. യോഹന്നാനോട് വേലയെല്ലാം നിന്നെന്നൊക്കെ വിചാരിച്ചിരിക്കുക യോഹന്നാൻ. അയ്യോ, എല്ലാം തീർന്നല്ലോ, ഞാൻ ഭയങ്കര ഒരു മാനസാന്തരത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, അതെല്ലാം നിന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന യോഹന്നാനോട് ഈ ഗലീലക്കാർ വന്ന് എന്ത് പറയുമെന്നറിയാമോ? ഗലീലക്കാരൻ പറയും, യോഹന്നാനെ നീ വിഷമിക്കണ്ട, നീ ഒരുത്തനെ കുറിച്ച് പറഞ്ഞില്ലേ, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, നീ ജലം കൊണ്ട് സ്നാനം കഴിപ്പിച്ചവരുണ്ടല്ലോ, അവൻ ഇന്ന് അഗ്നിയാൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. നീ എവിടെ നിർത്തിയോ അവിടെ അവൻ തുടർന്നുകൊണ്ടിരിക്കുക. വേ യു സ്റ്റോപ്ഡ് ഹി ഈസ് കണ്ടിന്യൂയിങ്. ആരാ കണ്ടിന്യൂ ചെയ്യുന്നത്? ഞാനും നിങ്ങളും അല്ല, ക്രിസ്തു തന്നെ തുടരുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ശുശ്രൂഷ നിന്നുപോയാൽ അതിശക്തമായി ക്രിസ്തു അതിനെ തുടരാൻ കാരണമാക്കി തീർക്കുമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന ഈ ലെസൺ. സോ യു ഡോണ്ട് ഹാവ് ടു വറി. ഇത് ഇനിയിപ്പം യോഹന്നാൻ സ്നാപകൻ തടവിലായതുകൊണ്ട് ശുശ്രൂഷ ഒന്നും നിന്നു പോകത്തില്ല. അതിനെക്കാട്ടിലും ശക്തമായി ദൈവം അതിനെ
കണ്ടിന്യൂ ചെയ്യിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ തടയുകയില്ല എന്നുള്ളത്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ആൻഡ് ദ ഗേറ്റ്സ് ഓഫ് ഹേഡീസ് വിൽ നോട്ട് പ്രിവെയിൽ അഗൈൻസ്റ്റ് ഇറ്റ്. ഓൾറൈറ്റ്. അപ്പോൾ എന്തുകൊണ്ട് കപ്പർനഹൂമിലും ഗലീലയിലും ഇറ്റ് വാസ് പ്രൈമർലി എ ജെൻറ്റൈൽ കമ്മ്യൂണിറ്റിയാണ് ഈ ഗലീലയിൽ? എന്തുകൊണ്ട് ക്രിസ്തു അത് ചെയ്തു? ഒന്ന്, പ്രവചനം നിവർത്തിക്കുവാൻ. രണ്ട്, ഹി വാസ് നോട്ട് അക്സെപ്റ്റഡ് ഇൻ ഹിസ് ഓൺ ഹോം ടൗൺ. അവൻ്റെ സ്വന്തം ആളുകൾ അവനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ജാതികളുടെ ഇടയിലേക്ക് പോയി വളരെ മനോഹരമായ ശുശ്രൂഷ ദൈവം. അതുകൊണ്ട് നമ്മുടെ ദൂത് എല്ലാവരും കേൾക്കണമെന്നൊന്നുമില്ല. നമ്മുടെ സ്വന്തക്കാർ പോലും ചിലപ്പോൾ കേട്ടു എന്ന് വരത്തില്ല, കുഴപ്പമില്ല. യു കണ്ടിന്യൂ യുവർ വർക്ക്. അത് കേൾക്കാൻ ദൈവം ആളുകളെ കൊണ്ടുവരും ഫ്രം ഔട്ട്സൈഡ്. അവർ വേറെ ആളുകളെ ദൈവം കൊണ്ടുവരും. ഓക്കെ, എന്താണ് വാട്ട് ഇസ് ദ മെസ്സേജ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടും. എടാ, ഇത് തന്നെയല്ലയോ യോഹന്നാൻ സ്നാപകനും പറഞ്ഞത്? ഇത് തന്നെയല്ലയോ പഴയ നിയമ പ്രവാചകന്മാരും പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെടണം. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഈ മാനസാന്തരത്തിന്റെ സുവിശേഷം കേൾക്കണമെങ്കിൽ ഇന്ന് വലിയ പ്രയാസമാണ്. ദൈവം നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം. ഇത് കേട്ട് 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 മനുഷ്യന് മാനസാന്തരം എന്ന് പറഞ്ഞാൽ അലർജിയായി വന്നിരിക്കുക. അത് കേട്ട് കഴിഞ്ഞാൽ ഇരിക്കാൻ പോലും പറ്റത്തില്ല. മാനസാന്തരം അതെന്തോ? വാട്ട് ഇസ് ഇറ്റ്? റിപ്പൻറ്റൻസ്. ഒരു പക്ഷെങ്കിൽ ഇന്നത്തെ അനേക ഈ സുവിശേഷം പ്രസംഗിക്കുന്നവര് ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു വിഷയമാണ് മാനസാന്തരം പ്രസംഗിച്ചോ ഇല്ലയോ എന്നുള്ളത്. എടാ, പ്രവാചകന്മാരത് പ്രസംഗിച്ചു. യോഹന്നാൻ സ്നാപകൻ, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ, അത് പ്രസംഗിച്ചു. യേശു ക്രിസ്തു തന്നെ പ്രസംഗിച്ച വിഷയം മാനസാന്തരമാണ്. നമുക്കത് വിഷയമല്ല. നമ്മൾ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കത്തില്ല. നമ്മൾ അനുഗ്രഹവും വിടുതലും ഇതൊക്കെ പ്രസംഗിച്ച് മനുഷ്യനെ പ്രയാസപ്പെടുത്തി. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടണം. വി ഹാവ് ടു റിപ്പന്റ്. പക്ഷെ എന്താ വ്യത്യാസം? എന്തുവാ? യേശു ക്രിസ്തുവും യോഹന്നാൻ സ്നാപകന്റെയും പ്രസംഗത്തിലെ വിശ്വാസം, സ്വർഗരാജ്യം ഇവിടെ പ്രസംഗിക്കുന്നത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ വന്നു, ദൈവരാജ്യം വന്നു. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് ദൈവരാജ്യം അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ അവസാനം ക്രിസ്തു പറയാ, ഇവിടെ വന്നു, ഇനി നീ മാനസാന്തരപ്പെടണം എന്നുള്ളതാണ് ശുശ്രൂഷ. പിന്നെ ശിഷ്യന്മാരെ വിളിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന് അറിയാം, യേശുക്രിസ്തുവിന്റെ സമയം ഇവിടെ ശുശ്രൂഷ 3-3.5 വർഷമേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ ശിഷ്യന്മാരെ ആക്കി വെച്ചില്ലെങ്കിൽ ഈ പരിപാടി മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ശിഷ്യന്മാരെ വിളിച്ചു തുടങ്ങുകയാണ്. ആദ്യം 4 പേരെ വിളിച്ചു, 2 സെറ്റ് സഹോദരങ്ങളെ. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 18 മുതൽ 22 വരെ. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവൻ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുന്നോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാരും പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. ഇപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിക്കുക. നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നാമത്, ഗോഡ് യൂഷ്വലി കോൾസ് പീപ്പിൾ ഹു ആർ ബിസി, ഹു ആർ ഡൂയിങ് ദെയർ ജോബ്സ് വെൽ. തിരക്കോടെ വിശ്വസ്തമായി അവരുടെ വേല ചെയ്യുന്നവരെയാ ദൈവം വിളിക്കുന്നത്. മടിയന്മാരെ വിളിച്ച ചരിത്രം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാ കൂട്ടത്തിലും യേശുക്രിസ്തു പല കൂട്ടരെയും വിളിക്കും. അതായത് പാപിയെ വിളിക്കും, ദൈവം പാപികളെ ഉപയോഗിക്കും. ചതിയന്മാരെ വിളിക്കും. സക്കായി, നീ ഇറങ്ങി, നീ ചതിയന, അവനെ വിളിക്കും. എല്ലാ വെറൈറ്റിയും, ജീവിതത്തിൽ തെറ്റുപറ്റിയവരെ വിളിക്കും. മിടുക്കന്മാരെ വിളിക്കും, അത്ര കഴിവില്ലാത്തവരെയും വിളിക്കും. എല്ലാ വെറൈറ്റിയിലും മുക്കവന്മാരെ വിളിക്കും, പഠിത്തമില്ലാത്തവന്മാരെ വിളിക്കും, നല്ല പഠിത്തമുള്ളവന്മാരെ വിളിക്കും, എല്ലാ വെറൈറ്റിയും വിളിക്കും. മടിയന്മാരെന്ന് പറയുന്ന കാറ്റഗറി അത് ദൈവരാജ്യത്തിൽ പറ്റത്തില്ല. യു മൈറ്റ് നോട്ട് ബി സ്കിൽഡ്, ഡസൻറ്റ് മാറ്റർ. യു മൈറ്റ് നോട്ട് ബി ടാലന്റഡ്, ഡസൻറ്റ് മാറ്റർ. യു മൈറ്റ് നോട്ട് ഹാവ് എ ഗ്രേറ്റ് പെഡിഗ്രി, ഡസൻറ്റ് മാറ്റർ. ഇതൊന്നും വിഷയമല്ല. പക്ഷെ ഞാൻ ഈ പുസ്തകം അരിച്ചു പെറുക്കി പഠിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മടിയന്മാരെ വിളിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വിളിച്ചപ്പോഴെല്ലാം അവരുടെ പണി, അവരെ ധ്യാനത്തിൽ എല്ലാം പറഞ്ഞു. ശൗലിനെ വിളിച്ചപ്പോൾ ശൗൽ എന്ത് ചെയ്യുക?
അപ്പൻ്റെ കഴുതയുടെ പുറകിൽ ഓടുക, എങ്ങനെയെങ്കിലും കഴുതയെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരണം തിരിച്ച്. അതാണ് ശൗലിനെ വിളിച്ചപ്പോൾ. ദാവീദിനെ വിളിച്ചപ്പോൾ അവൻ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. ദാവീദിനെ വിളിച്ചപ്പോൾ ഈ ഇടയന്മാരുണ്ടല്ലോ, അവർക്ക് വലിയ വെളിച്ചം വന്നല്ലോ, അവരെന്ത് ചെയ്യുമായിരുന്നു? അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുക. ആമോസിനെ വിളിച്ചപ്പോൾ എന്ത് ചെയ്യുക? നല്ല അധ്വാനിച്ചുകൊണ്ടിരിക്കുക. എന്തുവാ? ഫാമിങ് കളഞ്ഞുകൊണ്ടിരിക്കുക. മത്തായി വിളിച്ചപ്പോൾ മത്തായി എന്ത് ചെയ്യുക? ചുങ്കക്കാരനായിരുന്നു, ശരിയാ, പക്ഷെ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക. മോശ വിളിച്ചപ്പോൾ മോശ എന്നാ ചെയ്യുക? മോശ ഇങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. ഏലീശായെ വിളിച്ചപ്പോൾ എന്തുവാ? അതെന്തുവാ? 12 കൂട്ടം കാളയാണ് പൂട്ടിക്കൊണ്ടിരിക്കുന്നത്, വേറെ ലെവലാണ്. എന്നിട്ട് 12ാമത്തെ ആളുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. ഈ മടിയന്മാരെ ഉണ്ടല്ലോ, ഈ ഇന്നത്തെ ചില ചെറുപ്പക്കാരുണ്ട്, എല്ലാം ട്രൈ ചെയ്യുക, ഒന്നും ഒത്തില്ലെങ്കിൽ എന്നാൽ പിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയേക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വെറൈറ്റിയെ ദൈവം ഉപയോഗിക്കത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയുക. മടിയന്മാർ, യു മൈറ്റ് ബി ലെസ് സ്കിൽഡ്, യു മൈറ്റ് നോട്ട് ബി ടാലന്റഡ്, യു മൈറ്റ് നോട്ട് ബി മാൻസ് ഫസ്റ്റ് ചോയ്സ്, ഡസൻറ്റ് മാറ്റർ. ഈ മടിയുള്ള കൂട്ടരെ നെവർ, ഗോഡ് ഡസൻറ്റ് യൂസ്. ഗിദെയോന് എന്ത് ചെയ്യുമായിരുന്നു? ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവ് വിളിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഇച്ചിരി തിരക്ക്. അങ്ങനെ മീൻപിടുത്തക്കാരെയും കർത്താവ് വന്ന് പിടിച്ചു. എന്നാൽ ഇവരുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? വാട്ട് വാസ് ദ റെസ്പോൺസ് ഓഫ് ദി ഡിസൈപ്പിൾസ്? ഉടനെ. 2, അവരുടെ പടകിനെ വലയും വിട്ട്. 3, യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു. 3 കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. 1, ക്രിസ്തു വിളിക്കുമ്പോൾ ഉടനെ പോക്കോണം. എന്തെങ്കിലും കർത്താവ് പറഞ്ഞാൽ ഉടനെ അനുസരിക്കണം. നാളെ ആകട്ടെ, 10 വർഷം കഴിയട്ടെ, 15 വർഷം കഴിയട്ടെ, നോ, കർത്താവ് ഇന്നെന്ത് പറയുന്നു അതനുസരിക്കുക കേട്ടോ. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഒന്നുമില്ല. ഇന്ന് കർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പം അതനുസരിക്കുക. നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്, അപ്പോൾ അതനുസരിച്ചാൽ മതി. ഇന്നെന്ത് പറയുന്നു, യു ഒബേ ഇമ്മീഡിയറ്റ്. 2, ചിലതൊക്കെ വിടേണ്ട ആവശ്യം വരും. മനസ്സിലായോ? വെൻ ഗോഡ് കോൾസ് us into something, he might ask us to leave something. അതിന് നല്ലൊരു ഉദാഹരണമാണ് ശമരിയ സ്ത്രീ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വെള്ളം കോരുവാൻ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചേച്ചാ പോയത്, അല്ലേ? അപ്പൊ ക്രിസ്തുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും, ചിലരോട് പറയും അപ്പനെ വിടാൻ പറയും, ചിലരോട് പറയും അമ്മയെ വിടാൻ പറയും, അല്ലേ? അതല്ലേ സംഭവിച്ചത്? അപ്പനെയും വിട്ടു പോയെന്നല്ലേ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ അപ്പനോട് എന്നാ പിന്നെ എനിക്ക് നിന്നെ വേണ്ടെന്നാൽ, അതല്ല ഉദ്ദേശം. മനസ്സിലേ? ചിലതിനോടുള്ള ബന്ധങ്ങളൊക്കെ വേണ്ട. ചിലർ ജോലി വിടാൻ പറയും, അതുകൊണ്ടല്ലേ അവരുടെ പടകും വലവും വിട്ടത്. ചിലർ ജോലി വിടാൻ പറയും. ചിലരുടെ സ്ഥലം വിടാൻ പറയും, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിൽക്കേണ്ട, വേറെ സ്ഥലത്ത് പോകാൻ പറയും. ചിലർ പറയും നിങ്ങളുടെ വീട് വിടണമെന്ന് പറയും. മനസ്സിലായോ? അബ്രഹാമിനോട് പറഞ്ഞു നീ നിന്റെ വീടൊക്കെ വിട്, ഇനിയും നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം ദൈവം അനുഗ്രഹിച്ച് അതിനെക്കാട്ടും വലിയ കൂടാരമാണ് കൊടുത്തത്. അതല്ല ഞാൻ ഈ പറയുന്നത്. ഗോഡ് വിൽ ബ്ലെസ് യു ആൻഡ് അതൊക്കെ വേറെ വഴികൾ. ഇന്ന് കർത്താവ് എന്ത് പറയുന്നു അതനുസരിക്കണം. എന്തെങ്കിലും വിടാൻ പറഞ്ഞാൽ വിട്ടോണം. അവിടാണ് അനുഗ്രഹം. 3, യേശുവിനെ അനുഗമിക്കണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫോളോയിങ് യുവർ കോളിംഗ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫോളോയിങ് യുവർ മിനിസ്ട്രി, ഇറ്റ്സ് അബൌട്ട് ഫോളോയിങ് ജീസസ്. യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏക ആഗ്രഹം. എന്നാണെന്നറിയോ? കർത്താവേ, എനിക്ക് പുതിയ ശുശ്രൂഷകൾ തരണമേ, കർത്താവ് എനിക്ക് പുതിയൊരു കോളിംഗ് തരണമേ, പുതിയ വഴി തുറക്കണം. നീ എങ്ങോട്ട് പോകുന്നു അതിൻ്റെ പിന്നാലെ പോകാനുള്ള കൃപ തരണം. അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് എ സിമ്പിൾ ലൈഫ് ഓഫ് എ ബിലീവർ. നോ, ഇൻ ദ ഫോളോയിങ് ഓഫ് ജീസസ്, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് ചിലപ്പോൾ നമ്മളെ ചില കാര്യങ്ങളിൽ ഉപയോഗിക്കും, വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കും, നമ്മുടെ ജോഗ്രഫി ഒന്ന് മാറ്റി നിന്നിരിക്കും, നമ്മളെ വേറെ, അത് ദൈവത്തിന്റെ ഹിതം പോലെ. ബട്ട് ദ പ്രൈമറി കോളിംഗ് ഇസ് ടു ഫോളോ ജീസസ്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഇൻ ദാറ്റ് ഫോളോയിങ് യു വിൽ ഫൈൻഡ് യുവർ കോളിംഗ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, എന്തുകൊണ്ടാണ് മീൻപിടുത്തക്കാരെ വിളിച്ചത്? 1-2 കാര്യങ്ങൾ. 1, മീൻപിടുത്തക്കാരൻ ക്ഷമയുള്ളവനായിരിക്കണം, അല്ലേ? നമ്മളിവിടെ മീൻ പിടിക്കാൻ പോകുന്നവരെങ്ങനെയാണ് പോകുന്നത്? ഇന്ന് പോയി കഴിഞ്ഞാൽ എത്ര നാൾ കഴിയണ്ട തിരിച്ചു വരുന്നറിയാം. അവൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ക്ഷമയുള്ളവനായിരിക്കണം. ഇന്ന് സുവിശേഷം പറഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ മാനസാന്തരം ആളുകളുടെ ഇടയിൽ ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. 2 മീറ്റിംഗ് നടത്തി കഴിയുമ്പോഴത്തേക്ക് സ്കൂളിലെ പിള്ളേരെല്ലാം കർത്താവിനെ അറിയണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഈ വർഷവും ചെയ്യണം, അടുത്ത വർഷം ചെയ്യണം, അതിൻ്റെ അടുത്ത വർഷം ചെയ്യണം. എപ്പോഴെങ്കിലുമൊക്കെ ക്രിസ്തു ആരെയെങ്കിലും കൊണ്ടുവരും. 2, a fisherman should have perseverance. ഏതാ? പിടിച്ചു നിൽക്കണം. മഴയത്തും കോളത്തും വെയിലത്തും he has to be there. perseverance. ഈ മുക്കുവന്മാരുടെ പ്രത്യേകത, എനിക്ക് കുറേ പേരെ അറിയാം ഈ കൂട്ടത്തിൽ. ഭയങ്കരം അതിൻ്റെ വേർഡ് എന്ന് പറഞ്ഞാൽ ഗ്രിറ്റാണ്. മനസ്സിലായോ? അവരുടെ ശരീരം കണ്ടാൽ അറിയാം. നല്ല, അവർ ജിമ്മിലൊന്നും പോകുന്നില്ലെങ്കിൽ നല്ല ചിസിൽഡ് ശരീരമാണ്.
കാരണം വല എടുക്കണം, വള്ളം തുഴയണം, അതിനെ പുഷ് ചെയ്യണം, ഭയങ്കര ഗ്രിറ്റാ. അതുകൊണ്ട് വെള്ളം പൊങ്ങാതിരുന്നു, ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ്റെ വീട്ടിൽ കഴിക്കണമെങ്കിൽ അവൻ ഈ സാധനം കൊണ്ട് പുറത്തിറങ്ങിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഗ്രിറ്റാ. മഴ സുവിശേഷ വേലയ്ക്ക് വരുന്നവരെ, ഇന്ന് ബ്രദറെ വരാൻ പറ്റത്തില്ല, ചെറിയൊരു തലവേദന, ഷോ ഇവനെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? വല്ലതും നടക്കുവോ? ഇതാണ് യു നീഡ് ടു ഹാവ് ഗ്രിറ്റ്. അതാണ് പെർസിവിയറൻസ്. പിന്നെ ഒരു ഗുഡ് ഇൻസ്റ്റിങ്ക്റ്റ് വേണം. എവിടെ വല വീശണം, എപ്പോൾ വല വീശണം, എങ്ങനെ വല വീശണം, യു ഹാവ് ടു ഹാവ് എ ഗുഡ് ഇൻസ്റ്റിങ്ക്റ്റ്. പിന്നെ ഹി ഹാസ് ടു ബി കറേജസ്. ഭയങ്കര ബോൾഡ് ആയിരിക്കണം. മുക്കുവനെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം വാർത്തയ്ക്കകത്ത് ഭയങ്കര വാർത്ത. ഇപ്പം ഇതിനകത്ത് വന്നല്ലോ, നമ്മൾ ട്രോളിങ് നിരോധിച്ചിരിക്കുന്നു, വെള്ളം പൊങ്ങുന്നതുകൊണ്ട് ആരും അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. മുക്കുവനോട് പോയി സംസാരിക്കണം. അവരുടെ മുഖം ഈ ഇവിടെ 2018 വെള്ളം പൊങ്ങിയപ്പോഴേ എല്ലാവരും ഭയങ്കര ടെൻഷനും, സോഷ്യൽ മീഡിയ, ഞാൻ ഉൾപ്പെടെ കേട്ടോ, സോഷ്യൽ മീഡിയക്കകത്ത് ലെറ്റ് us pray for കേരള എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്. ഇവരെ കണ്ടിട്ടുണ്ടോ? ഇവരൊരു വെള്ളം കൊണ്ട് ഇങ്ങ് വരും. എവിടെ പോകണമെന്ന് പറയുന്നതിൻ്റെ താമസം അവരങ്ങ് പൊക്കോളും. ഭയങ്കര കറേജസാ അവർക്ക്. അങ്ങോട്ട് ഈ സുവിശേഷ വേലയുടെ പ്രത്യേകത, യു മൈറ്റ് ബി ടിമിഡ് അല്ലേ, യുവർ നേച്ചർ മൈറ്റ് ബി ടിമിഡ്, പക്ഷെ ദൈവത്തോട് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ യു ഹാവ് ടു ബി കറേജസ്. ബോൾഡ് ആയിരിക്കണം. അതാണ് നമ്മൾ ഇവിടെ ഈ മുക്കുവന്മാരുടെ കയ്യിൽ നിന്ന് പഠിക്കുന്ന ചില പാഠങ്ങൾ. വാട്ട് വാസ് ജീസസ് മോഡൽ ഓഫ് സോൾ വിന്നിങ്? യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത, ഹി വാസ് ഓൾവേസ് അവൈലബിൾ അല്ലേ. യേശു ക്രിസ്തുവിനെ എപ്പോൾ വിളിച്ചാലും ഞാൻ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ ഒരുപാട് ചാലഞ്ച് ചെയ്യും. കാരണം നമ്മുടെ ഇന്നത്തെ തിരക്കുള്ള ജീവിതത്തിൽ എസ്പെഷ്യലി ഞാനൊക്കെ പല സമയത്തും പലരും വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. യൗവനക്കാർ പറയും എനിക്ക് സമയം കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ചിലപ്പം ഭയങ്കര സങ്കടം വരും. യേശു ക്രിസ്തുവിന് കൊടുക്കാൻ സമയം ഉണ്ടായിരുന്നുണ്ട്. നമ്മളാരാ യേശുവിനെ കണ്ടു വലുതോ? ദാറ്റ് വി ഹാവ് നോ ടൈം ഫോർ പീപ്പിൾ. അതൊരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. വി ഓൾവേസ് നീഡ് ടു ബി അവൈലബിൾ എന്ന് പറഞ്ഞ് ഓവർ അവൈലബിൾ ആയി നമ്മളെ തന്നെ ബേൺ ഔട്ട് ചെയ്യാന്നുള്ളതല്ല. പക്ഷെങ്കിൽ വി ഹാവ് ടു ബി അവൈലബിൾ ഫോർ പീപ്പിൾ. ജീസസ് വാസ് ഓൾവേസ് അവൈലബിൾ. 2, ജീസസ് ഷോഡ് നോ ഫേവറിറ്റിസം. അവൻ ചുങ്കക്കാരനെയും വിളിച്ചു, അവൻ മുക്കുവനെയും വിളിച്ചു കേട്ടോ. എൻ്റെ കൂട്ടത്തിലെ ബൈ ദ വേ എഡ്യൂക്കേറ്റഡ് മാത്രമേ കാണത്തുള്ളൂ, അങ്ങനല്ല യേശു ക്രിസ്തു പറഞ്ഞത്. പിന്നെ ചുങ്കക്കാരനെയും വിളിക്കും, മുക്കുവനെയും വിളിക്കും, എഡ്യൂക്കേറ്റഡിനെയും വിളിക്കും. ഈ ഫേവറിറ്റിസം ക്യാൻ സ്വിങ് ബോത്ത് വേസ്. അതറിയാവോ? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഫേവറിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുണ്ട്, അവർ എഡ്യൂക്കേറ്റഡ് വെൽത്തി ആളുകളുടെ കൂടെ മാത്രമേ ഹാങ് ഔട്ട്. മറ്റു ചിലരുണ്ട്, ദേ വിൽ നെവർ ഹാങ് ഔട്ട് വിത്ത് എഡ്യൂക്കേറ്റഡ് ആൻഡ് വെൽത്തി പീപ്പിൾ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ പറ്റത്തുള്ളൂ, മറ്റൊരുമായിട്ട് നോ കണക്ഷൻ. ഫേവറിറ്റിസം ക്യാൻ വർക്ക് ഇൻ ബോത്ത് വേസ്. നമ്മുടെ ചിന്ത എന്നാ, ഈ പണമുള്ളവരും വെൽത്തി ആയിട്ടുള്ളവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും മാത്രം ഹാങ് ഔട്ട്, അതാ ഫേവറിറ്റിസം. നോ. ഫേവറിറ്റിസം ക്യാൻ ബി ഓൺ ദി അതർ സൈഡ് ഓൾസോ. ഞങ്ങൾ പാവങ്ങളുടെ ഇടയിൽ മാത്രമേ ശുശ്രൂഷിക്കത്തുള്ളൂ. അതെന്നാ, ദ വാല്യൂ ഓഫ് ദാറ്റ് സോൾ ഓഫ് ദ വെൽത്തി ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഓ വാട്ട്? അങ്ങനെയാണെങ്കിൽ പിന്നെ യേശു ക്രിസ്തു എന്തിനാ സക്കായുടെ വീട്ടിൽ പോയത്? അപ്പം ഫേവറിറ്റിസം കാൻ സ്വിങ് ഇൻ ഈദർ വേ. ഗ്രാമത്തിൽ പോണം, സിറ്റി പോണം. എഡ്യൂക്കേറ്റഡിൻ്റെ കൂടെ ആണെങ്കിൽ എഡ്യൂക്കേറ്റഡ്, ഒരു പഠിത്തവും ഇല്ലാത്തവരാണെങ്കിൽ പഠിത്തം ഇല്ലാത്തവർ, പണമുള്ളവരാണെങ്കിൽ പണമുള്ളവൻ, പണമില്ലാത്തവരാണെങ്കിൽ പണമില്ലാത്തവൻ. വി ഹാവ് നോ ഫേവറിറ്റിസം ഈദർ സൈഡ്. അത് നമുക്ക് നല്ലൊരു ബാലൻസ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹി ഷോഡ് നോ. 3, ഹി വാസ് ഓൾവേസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് പീപ്പിൾ. എന്താണ് യേശു ക്രിസ്തു എപ്പോഴും എന്ന് പറയുന്നത്? യേശു ക്രിസ്തു പാപങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എല്ലാം ചോദിക്കുന്നത്, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ഫോർ യു? അല്ലേ? നിങ്ങൾ വല്ലതും രാവിലെ കഴിച്ചോ? ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾ പ്രാതൽ വല്ലതും കഴിച്ചോ? ഹീസ് ഓൾവേസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് പീപ്പിൾ, ആൻഡ് ദാറ്റ്സ് എ വെരി 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 ഗുഡ് മോഡൽ. എന്നാൽ ഹൗ ഡിഡ് ഹി അഡ്രസ് ഇറ്റ്? എങ്ങനെയാണ് യേശു ക്രിസ്തു അതിനെ അഡ്രസ് ചെയ്തത്? അതുകൂടെ കണ്ട് നോക്കിയിട്ട് നമുക്ക് നിർത്താം. യേശു ഗലീലിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. ഫസ്റ്റ് തിങ് ഹി ഡിഡ് വാസ് ടീച്ചിങ്. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിന്റെ സകല ദീനത്തെയും വ്യാധികളെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളിലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പോലി, യെരുശലേം, യഹൂദിയ, യോർദാൻ അക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ ഒരുപാട് പേര് പിന്തുടരുന്നു. യേശുക്രിസ്തുവിന്റെ മോഡൽ എന്തോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. 3 മോഡൽസ്. 1, പോകുന്നിടത്തെല്ലാം ഉപദേശിച്ചു. സോ ദ ഫസ്റ്റ് ഈസ് ടു ടീച്ച്. നല്ലതുപോലെ ഉപദേശിക്കണം. അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇത് നേരെ തിരിച്ചാക്കിയിരിക്കുക. നമ്മുടെ ഓർഡർ ഓഫ് പ്രയോറിറ്റി എന്ന് പറയുന്ന ഹീലിംഗ്,
പിന്നെ പ്രീച്ചിങ്, പിന്നെ ടീച്ചിങ്. അങ്ങനല്ല യേശു ക്രിസ്തു. ആദ്യം ഉപദേശിക്കുക. കാരണം ശരിയായിട്ടുള്ള ഉപദേശം വന്നില്ലേ അവന് സൗഖ്യം ലഭിച്ചു വെച്ചാൽ അവൻ്റെ വീട്ടിൽ പോകും. ബട്ട് ഹി നീഡ്സ് ടു നോ വാട്ട് ദ ട്രൂ ടീച്ചിങ് ഇസ്. ഒന്ന്, പഠിപ്പിച്ചു, ഉപദേശിച്ചു. രണ്ട്, സുവിശേഷം പ്രസംഗിച്ചു. നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം. ദ ഗോസ്പൽ എന്താണ്? വാട്ട് ഇസ് ദ ഗോസ്പൽ? യേശു നിന്നെ സൗഖ്യമാക്കും എന്നുള്ളതല്ല ഗോസ്പൽ. യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു. ദാറ്റ് ഇസ് ദ ഗോസ്പൽ, പ്രീച്ചിങ് ഓഫ് ദ ഗുഡ് ന്യൂസ്. മൂന്ന്, യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവൻ രോഗികളെ സൗഖ്യമാക്കി. സോ ദാറ്റ് വാസ് ദി ഓർഡർ. ദാറ്റ് വാസ് ദി ഓർഡർ. ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ്. നല്ലൊരു മോഡലാണ് പ്രിയമുള്ളവരെ നമുക്കും ഇത് എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ട് അതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. അവസാനം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് കൺക്ലൂഷൻ? കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇന്നത്തെ മെയിൻ ടോപ്പിക് എങ്ങനെ പരീക്ഷകളെ തരണം ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് 5 ലെസൺ ഞാൻ എഴുതി. ഒന്നാമത്തെ ലെസൺ, ടെംപ്റ്റേഷൻ കംസ് അറ്റ് ദ വീക്കസ്റ്റ് മൊമെന്റ്. എൻ്റെ ഏറ്റവും ബലഹീനമായ സമയത്തായിരിക്കും പരീക്ഷകൾ എന്നെ വരുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചോണം. ഒരു ശുശ്രൂഷ കഴിഞ്ഞ് റിലാക്സ് ചെയ്യുമ്പോഴായിരിക്കും പിശാച് പല തോട്ട്സ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അവെയർ ആയിരിക്കണം ദാറ്റ് ഇറ്റ് ഈസ് ഇൻ യുവർ വീക്കസ്റ്റ് മൂമെന്റ് ദാറ്റ് ടെംപ്റ്റേഷൻ കംസ്. 2, വാട്ട് ഇസ് എ ലെസൺ 2? എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്? എൻ്റെ സ്വയത്തിൽ എനിക്ക് ഇതിനൊന്നും ശക്തിയില്ല. ഐ ഹാവ് നോ പവർ ഓഫ് മൈ ഓൺ. അപ്പോൾ എവിടെ നിന്നാണ് ശക്തി വരുന്നത്? ദൈവവചനത്തിൽ നിന്നാണ് വരുന്നത്. 3, ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഭാഗികമായ സത്യങ്ങളെ വെളിപ്പെടുത്തും. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും ഭാഗം കേട്ടാൽ അതിൻ്റെ പുറകെ പോകാനല്ല, ഭാഗികമായ ഐ നീഡ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. അതുകൊണ്ട് ഒരു വിശ്വാസി ദൈവവചനത്തിൽ സമയം ചെലവഴിക്കണം ടു അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്, നോട്ട് ജസ്റ്റ് ഹാഫ് ട്രൂത്ത്സ്. 4ാമത്തെ ലെസൺ, ഗോഡ്സ് വേർഡ് റിമൈൻഡ്സ് us ഓഫ് ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ വചനമാണ് ദൈവഹിതത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നല്ലൊരു അവസരം വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അത് ദൈവഹിതമാകണമെന്നില്ല. നല്ലൊരു എൻഡാണ്, ഇതിൻ്റെ അവസാനം എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. സോ വി കനോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. ദൈവത്തിൻ്റെ വചനമാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തരുന്നത്. നമ്പർ 5, വെൻ യു റെസിസ്റ്റ് ദ ഡെവിൾ ഹി ലീവ്സ്. പിശാചിനെ ചെറുത്ത് നിന്നാൽ അവൻ നമ്മളെ വിട്ടോടിപ്പോകും. എന്നാൽ നാളെ ആകുമ്പോൾ പിന്നെയും വന്ന് ടക്ക് 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 നോക്കിങ് തുടങ്ങും കേട്ടോ. ഇന്ന് ഓടിപ്പോകുന്നവൻ നാളെ വരത്തില്ലെന്നല്ല. ഇന്നത്തെ പരീക്ഷകൾ നാളത്തേത് പരീക്ഷയ്ക്ക് വിക്ടറി ഗ്യാരണ്ടീഡ് ഒന്നുമല്ല. പക്ഷേ ഇന്ന് ഞാൻ ജയിക്കുമ്പോൾ നാളത്തേത് ഫേസ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടെ ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ലെസൺ. സോ ഫണ്ടമെന്റലി വി നീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം നമുക്ക് ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ ഫുൾ ട്രൂത്ത് ആൻഡ് ഹോൾ കൗൺസിൽ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ പാപത്തെ ചെറുത്ത് നിൽക്കുന്നത്. സോ ഹെൻസ് ഹൗ ഡു വി ഓവർകം ടെംപ്റ്റേഷൻ ദ ജീസസ് വേ? യേശുക്രിസ്തു എങ്ങനെയാണ് പാപത്തെ ജയിച്ചത്, അതുപോലെ ദിനം പ്രതി ജയത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പ്രിയമുള്ളവരെ. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഐ വിൽ ടെൽ യു ഐ മൈറ്റ് ബി ദ മോസ്റ്റ് വൾണറബിൾ, അല്ലേ? ഒരു പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആണ്. ഒരുപാട് ബലഹീനതകൾ എനിക്കുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. ഇറ്റ്സ് ഓൺലി ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ഈ ദൈവവചനം എന്ന് പറയുന്ന ഇത്രയും വലിയ നിധി ഉണ്ടല്ലോ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ അത് ഒഴികെ ബാക്കിയെല്ലാം വി ആർ ട്രൈങ് ടു ഫിക്സ് ദ പ്രോബ്ലം ത്രൂ സോ മെനി അതർ വേയ്സ്. അതിൻ്റെ പുറകിൽ പോയി, പ്രവചനത്തിൻ്റെ പുറകിൽ പോയി, ഇതിൻ്റെ പുറകിൽ പോയി, മറ്റേ ഈ എഴുതിയിരിക്കുന്നതിനകത്തുനിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ മഹാപുരോഹിതൻ്റെ പ്രത്യേകത, നമ്മുടെ ഹൈ പ്രീസ്റ്റ്, നമ്മൾ കടന്നുപോയ സകലത്തിലും പാപം ഒഴികെ അവനും കടന്നുപോയി. മനസ്സിലായോ? അതുകൊണ്ട് ഹി ക്യാൻ സിമ്പത്തൈസ് വിത്ത് അസ്. എനിക്കൊരു പ്രയാസം വരുമ്പോൾ യേശുവേ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുവാൻ എനിക്കൊരു ഇടമുണ്ട്. എൻ്റെ ബലഹീനതകളെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്തു എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ്റെ വചനത്തിലൂടെ നമുക്ക് പിശാചിൻ്റെ സകല തന്ത്രങ്ങളെയും ജയിക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തോറ്റവരായി, തോൽവിയുടെ ഭാഗമായി ജീവിക്കാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഈ ദിനം പ്രതി തോൽവി ഫേസ് ചെയ്ത് ഇനി എനിക്ക് ഇതിൽ നിന്ന് പൊങ്ങാനൊക്കത്തില്ല, എനിക്ക് ജയത്തോടെ ജീവിക്കാൻ സാധിക്കത്തില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം, ദ വൺ ഹൂ ക്യാൻ മേക്ക് us വാക്ക് ഇൻ വിക്ടറി, നമ്മുടെ ജീവിക്കുന്നു. അവൻ നമുക്ക് നല്ല മാതൃക. അവൻ്റെ വചനമാണ് നമ്മുടെ ശക്തി എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിനായിട്ട് സ്തോത്രം. അനാഥരായ അല്ലല്ലോ നീ ഞങ്ങളെ വിട്ടിരിക്കുന്നത്. നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിന്റെ വചനത്തെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിക്ടോറിയസ് ആയിട്ട് ജീവിപ്പാനുള്ളതെല്ലാം സകലതും അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
ഇന്ന് ഞങ്ങളുടെ സ്റ്റഡി അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ജയത്തോടെ നടപ്പാൻ സഹായിക്കണമേ കർത്താവ്. ഞങ്ങളുടെ ശുശ്രൂഷകളെയൊക്കെ അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങ് അനുഗ്രഹിച്ചില്ലെങ്കിൽ, അങ്ങ് ഞങ്ങൾ ശക്തി നൽകിയില്ലെങ്കിൽ കർത്താവെ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. അങ്ങ് ഒഴികെ ഞങ്ങൾക്ക് ഒരു നന്മയുമില്ല എന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഏറ്റുപറയുന്നു. ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ജയോത്സവമായി ജീവിപ്പാൻ കൃപ തരണം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ.